മലപ്പുറം വളാഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരിൽ നിന്ന് തന്നെ അനുയോജ്യരായ ഇണകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഭിന്നശേഷി സംഗമം സംഘടിപ്പിച്ചു. കാവുംപുറം KR കോളേജിൽ നടന്ന സംഗമത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഇണകളെ കണ്ടെത്താനായി എത്തിയത്. ജീവിതത്തിൽ ഒരു പങ്കാളിയില്ല, പിൻതലമുറയില്ല എന്നത് ഭിന്നശേഷിക്കാരായവരെ ഏറെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഭിന്നശേഷിക്കാരിൽ നിന്ന് തന്നെ അനുയോജ്യരായ ഇണകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭിന്നശേഷി സംഗമവും വധൂവരന്മാരെ കണ്ടെത്തലും നടത്തിയത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള വധൂവരന്മാരെ കണ്ടെത്തി അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ തിരൂരിൽ വെച്ചുകൊണ്ടും വൈലത്തൂരിൽ വെച്ചുകൊണ്ടൊക്കെ ഇതുപോലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നതായിരുന്നു. ആ സംഗമത്തിൽ നിന്ന് ഏറെക്കുറെ 200-ൽ പരം വധൂവരന്മാരെ കണ്ടെത്തി വലിയ ഒരു ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചാണ്. അതിനുശേഷം നടക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയാണ് കാവുംപുറം SN കോളേജിൽ വെച്ചുകൊണ്ട് ഇന്ന് നടത്തപ്പെടുന്ന പരിപാടി. കേരള ജനകീയ ആരോഗ്യവേദിയും വളാഞ്ചേരി ജനസേവന കേന്ദ്രവും ഇൻഫിനിറ്റി സെന്റർ വളാഞ്ചേരിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇത്തരത്തിൽ തിരൂരും വൈലത്തൂരും വെച്ച് നടത്തിയ സംഗമത്തിൽ 200-ൽ പരം പേരാണ് തങ്ങളുടെ വധൂവരന്മാരെ കണ്ടെത്തിയത്. കാവുംപുറം KR കോളേജിൽ വെച്ച് നടന്ന സംഗമത്തിൽ 300-ൽ പരം രജിസ്ട്രേഷനുകളാണ് പൂർത്തിയാക്കിയത്. പല ജില്ലകളിൽ നിന്നാണ് രജിസ്ട്രേഷൻ എത്തിയത്. വളരെ നല്ല രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തമാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് മലപ്പുറം, തൃശ്ശൂർ, തിരുവനന്തപുരം മുതലുള്ള ആളുകൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിറകെന്ന പേരിലാണ് പരിപാടി നടത്തിയത്. ഭിന്നശേഷിക്കാരായവരുടെ കൂടെ സംഗമത്തിനെത്തിയ മാതാപിതാക്കളുടെ കണ്ണുകളിൽ വലിയ പ്രതീക്ഷയാണ് കാണാനായതെന്ന് KR ഗ്രൂപ്പ് ചെയർമാൻ KR ബാലൻ പറഞ്ഞു. നമുക്കറിയാം, മറ്റെല്ലാ വിവാഹങ്ങൾക്കും അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഒരു വിവാഹം കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. മാതാപിതാക്കളുടെ കാലശേഷം അവർ തീർത്തും ഒറ്റപ്പെടുമെന്ന ഭീതിയിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും. ഇവിടെയാണ് ഭിന്നശേഷി സംഗമത്തിന്റെ പ്രസക്തിയേറുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത 28ഓളം പേരാണ് തങ്ങളുടെ ഇണയെ കണ്ടെത്തി പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരൂർ.